കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരു പ്രാവശ്യവും കൂടി JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാൻ ഇടയാക്കിയ വലിയവനായ ദൈവത്തിന് ആദ്യമായി സ്തോത്രം, മഹത്വം കരേറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഉപദേശരൂപം സൃഷ്ടിക്കുന്നത് എങ്ങനെ. സ്തോത്രം. സ്നാനത്തിന് മുൻകുറിയായി നോഹയുടെ കാലം, ലോത്തിന്റെ കാലം എങ്ങനെയാണ് നിഴലായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ അല്പമായി ചിന്തിച്ചു വരികയാണല്ലോ. അതിപ്രധാനമായ ഗൗരവമേറിയ വിഷയമാണ് നാം കൈകാര്യം ചെയ്യുന്നത്. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചു, ഇത് സ്നാനത്തിനൊരു മുൻകുറി എന്ന്. നോഹയുടെ കാലം സ്നാനത്തിനൊരു മുൻകുറിയാണ് എന്ന് മാത്രമാണോ അതിൽ സ്തോത്രം നിഴലായി അടക്കം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ആ ഒരു വിഷയത്തെ മാത്രമാണോ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്? എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതായ കാര്യം എബ്രായ ലേഖനത്തിൽ നാം വായിച്ചു, വരുവാനിരുന്ന നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലായികയാൽ. അപ്പോൾ നാം ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഉപദേശരൂപം സൃഷ്ടിക്കുക എന്നതിൽ ഒന്ന് നിഴൽ, ഒന്ന് പൊരുൾ അല്ലെങ്കിൽ രൂപം അല്ലെങ്കിൽ സ്വരൂപം, സാക്ഷാൽ സ്വരൂപം എന്നുള്ള നിലയിൽ നാം അല്പമായി ചിന്തിച്ചു. അതിനെ തുടർന്ന് നാം ചിന്തിക്കുകയാണ്, നോഹയുടെ കാലം ഒരു സ്നാനത്തിന് മാത്രം മുൻകുറിയായുള്ള നിഴലാണോ? അതേ വേറെ ഏതെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ ഇതിൽ അടക്കം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ശരിയായി ഒന്ന് പരിശോധിച്ചു വരുമ്പോൾ നമുക്ക് ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്നാനത്തെ പറ്റിയാണല്ലോ നാം ചിന്തിച്ച് വരുന്നത്. അതോട് അനുബന്ധിച്ച് തന്നെയാണ് നാം നോഹയുടെ കാലം ചിന്തിക്കുന്നത്. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ് എന്ന് നാം ചിന്തിച്ചു. സ്തോത്രം. അപ്പോൾ ആ വിഷയത്തെ നമുക്ക് ഗൗരവമായി കണ്ടുകൊണ്ട്, ആ വിഷയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യമാണ് ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ മേൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ന്യായപ്രമാണ സ്നാനം, യോഹന്നാൻ്റെ സ്നാനം, യേശുക്രിസ്തുവേറ്റ സ്നാനം, ക്രിസ്തു കഴിപ്പിച്ച സ്നാനം, യേശുക്രിസ്തു പറഞ്ഞ സ്നാനം, അപ്പോസ്തലന്മാർ നടത്തിയ സ്നാനം, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, തീയാൽ ഉള്ളതായ സ്നാനം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, സ്നാനം മുൻകുറിയാണെന്നും വിവിധ സ്നാനങ്ങളുണ്ട് എന്നും സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം നാം അറിയണമെന്നും നാം അല്പമായി ചിന്തിച്ചു.
ഇപ്പം നോഹയുടെ കാലം പ്രതിനിധീകരിക്കുന്നത് സ്നാനം മാത്രമാണോ? ആ സ്നാനത്തിൽ എന്തെല്ലാം അടക്കം ചെയ്തിരിക്കുന്നു ക്രിസ്തുവിനെക്കുറിച്ച്? അത് എന്തെല്ലാമാണെന്നാണ് നമുക്ക് അല്പമായി നാം ചിന്തിക്കുന്നത്. നാം പിന്നീടൊന്നായി ചിന്തിച്ചു, നാമം ഉപയോഗിക്കാത്ത സ്നാനം, നാമം ഉപയോഗിക്കുന്ന സ്നാനം, സർവനാമം ഉപയോഗിക്കുന്ന സ്നാനം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് നിഴലായി മർമ്മമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ഉള്ളതായ ഒരു വിശകലനമായ പഠനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവമേറിയതായി പഠിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ് സ്നാനം എന്നുള്ളത്. 1 പത്രോസ് 3:20-21 എന്നൊക്കെയും നമ്മൾ വായിച്ചു. അത് വെറും ശരീരത്തിൻ്റെ അഴുക്ക് കളയുന്നതല്ല, നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ അപേക്ഷയാണ് സ്നാനമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. മുൻകുറിയായ നോഹയുടെ കാലത്തെ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട്, സ്തോത്രം, സ്നാനം മാത്രമാണോ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായ ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിൽ നമുക്ക് അവൻ്റെ കഷ്ടാനുഭവത്തെ കുറിക്കുന്നു. ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരിച്ച് അടക്ക പുനരുത്ഥാനം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തോട് അനുബന്ധിച്ച് സ്നാനമൊരു മുൻകുറിയായി നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. റോമാലേഖനം അതിൻ്റെ 6:2 നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിനോട് ചേരുവാനായി സ്നാനമേറ്റിരിക്കുന്ന നാം അവൻ്റെ മരിച്ച് അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു. അപ്പോൾ വെള്ളത്തിലൂടെയുള്ളതായിരിക്കുന്ന രക്ഷ എന്ന് പറയപ്പെടുന്നത് മരണവും അടക്കവും പുനരുത്ഥാനവും ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്നും, അത് നിഴലായി നിന്നിരുന്നതിൻ്റെ പൊരുളാണ് ഇന്ന് നാം കാണുന്നത്. അത് നാം കൃത്യമായും അത് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ നോഹയുടെ കാലം വരുവാനിരിക്കുന്നതായ സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൻ്റെ ഒരു പൂർത്തീകരണം, യഥാർത്ഥ സത്യം ഒന്നാമത്തൊന്നിക്ക് രണ്ടാമത്തെ സ്ഥാപിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ ഒന്നിൽ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്നതിനെ വേറെ ഒന്നിൽ ഏകീഭവിപ്പിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നതായ നിഴലായി നിന്നതായ പൊരുളിൻ്റെ മർമ്മങ്ങളാണ് നാം അറിയേണ്ടത്. സ്തോത്രം. രണ്ടാമതായി, ആ കാലഘട്ടത്തിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പാപത്തിന് ശിക്ഷയുണ്ട് എന്നും ഒരു ന്യായവിധിയുണ്ട് എന്നും നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലുള്ള രക്ഷ, സ്തോത്രം, അതിൽ അടക്കം ചെയ്തിരിക്കുന്നു. ക്രിസ്തു നിഴലായി നിൽക്കുന്നതായ പെട്ടകത്തിലൂടെയുള്ള രക്ഷ എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിന് നിഴലായിരിക്കുന്നു. സ്തോത്രം. വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാലത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, അപ്പം നമുക്ക് ശരിയായ ഒരു പഠനം അതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. ഈ സത്യമാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വീണ്ടും വലിയതായ ഒരു നാശത്തിൻ്റെ കാലമുണ്ടെന്ന് നമ്മളെ സൂചിപ്പിക്കുന്നു. ഭൂമി ഇനി വെള്ളത്താൽ നശിപ്പിക്കുകയില്ല എന്നും, എന്ന് പറഞ്ഞാൽ ആഗോളപരമായി മുഴുവനായി നശിപ്പിക്കുകയില്ല എന്നും, അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. മേഘത്തിൽ തൻ്റെ വില്ല് വയ്ക്കുമ്പോൾ
കർത്താവ് ഇനി ഭൂമിയെ വെള്ളം കൊണ്ട് പൂർണ്ണമായി നശിപ്പിക്കുകയില്ല എന്ന് നമുക്ക് സൂചന നൽകുന്നു. മാത്രമല്ല, ആ മഴവില്ല് ഒരു ന്യായവിധിയെക്കുറിച്ചും മനുഷ്യനെ ലോകത്ത് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വെള്ളത്തിലൂടെയുള്ള വലിയ നാശം എപ്പോഴും ഒരു മുന്നറിയിപ്പാണെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലാക്കി പ്രവചനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന് എഴുതിയിരിക്കുന്നതായി കാണും. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടം പൂർണ്ണമായി ജലത്താലുള്ള നാശം സംഭവിപ്പിക്കാതെ മറ്റൊരു സംഭവ വികാസത്തെ സ്തോത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2 പത്രോസ് 3:10 നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് അതിൻ്റെ 3:10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. സ്തോത്രം. അപ്പോൾ സ്തോത്രം. അപ്പോൾ നമുക്ക് ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശത്തിനും, അല്ലെങ്കിൽ പുതിയതായിരിക്കുന്ന ഒരു കാലഘട്ടം, പങ്കിലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അന്ന് പാപപങ്കിലമായിരിക്കുന്ന ഭൂമി വെള്ളത്താൽ മുഴുവനായി നശിപ്പിക്കപ്പെട്ട് ശുദ്ധീകരിച്ച് ഒരു പുതിയ കാലത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് സ്തോത്രം വരും കാലത്തെ സംഭവത്തോട് അനുബന്ധിച്ചുകൊണ്ട് നിഴലായി ഈ നോഹയുടെ കാലം നിൽക്കുകയാണ്. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ ദൈവം നൽകുകയാണ്. സ്തോത്രം. അപ്പോൾ ചൂള പോലെ ഒരു കത്തുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് ഒരു വലിയ ന്യായവിധിയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ദേവാലയത്തിൽ വായിക്കുമ്പോൾ പ്രതികാരം എന്ന ദിവസത്തെ വായിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. നമുക്ക് ആ വിഷയങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു കാര്യമെന്ന് പറയപ്പെടുന്നത്, ലോകവ്യാപകമായ രക്ഷാസന്ദേശം അതിലടക്കം ചെയ്തിരിക്കുന്നു. ഭൂലോകത്തിലൊക്കെയും യേശു ക്രിസ്തുവിലുള്ള രക്ഷാപദ്ധതി നിഴലായി അതിൽ നിൽക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പെട്ടകമൊരുക്കുകയും വരുവാനിരിക്കുന്ന ഒരു ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്തതുപോലെ, സ്തോത്രം, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, സ്തോത്ര, ആ പദ്ധതി, ആ സന്ദേശം, സ്തോത്രം, ഈ നോഹയ്ക്ക കാലഘട്ടത്തിലെ സംഭവവുമായി നിഴലായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ എഴുതുന്ന വിശ്വാസത്താലുള്ള നീതി ക്രിസ്തുവിലൂടെ എന്നുള്ള സത്യം ഇതിൽ വെളിപ്പെടുത്തുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നു. ഈ പെട്ടകത്തിൽ ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന പെട്ടകത്തിലൂടെ മരണ, അടക്ക, പുനരുത്ഥാനം ഉള്ള ഏകീഭവിക്കുന്നതായ ആ മുൻകുറിയായ സ്നാനത്തിലൂടെ, സ്തോത്രം, പാപങ്ങളെ കഴുകിക്കളഞ്ഞ് കർത്താവിനോട് ചേർന്ന് നല്ല മനസ്സാക്ഷിയുള്ളവരായി
ജീവിക്കണമെന്നുള്ളതായ സന്ദേശം അതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം വ്യാപകമായ രക്ഷാസന്ദേശം, സ്തോത്രം, എന്താണ് വലിയ ഒരു സ്തോത്രം കാലഘട്ടം വരും. മത്തായി സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾ വായിക്കുക. കർത്താവിൻ്റെ വരവും ലോക സംഭവം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവും അല്ലെങ്കിൽ മരണവും അടക്കവും പുനരുത്ഥാനവും, അവൻ്റെ ജനനം, ഉൽപ്പത്തി പുസ്തകത്തിൽ 3:15 തൊട്ട് തുടങ്ങിയതായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രവചനത്തിൻ്റെ നിവർത്തിയിലൂടെ അവൻ്റെ മരണം അടക്കം പുനരുത്ഥാനം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ എന്ന പദ്ധതി ഈ നോഹയ്ക്ക് സംഭവത്തിലൂടെ നിഴലായി നിൽക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഈ രക്ഷ അവിടെ പറഞ്ഞിരിക്കുന്നു ഇബ്രായലേഖനത്തിൽ, ഈ രക്ഷ അവരവർ തന്നെ കണ്ടെത്തി പ്രവർത്തിക്കണം. തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി വീണ്ടും വരും. അപ്പം ആ നോഹയ്യ കാലഘട്ടത്തിലെ സംഭവത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അതിൽ നിഴലായി ചിത്രീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം, മരണം, അടക്കം, ജീവിതം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വരവ്, അതിനുശേഷമുള്ള ന്യായവിധി, ഇങ്ങനെയുള്ള വിഷയങ്ങളെ എല്ലാം ഇതിനകത്ത് സ്തോത്രം അടക്കം ചെയ്തിരിക്കുന്നു. പാപമോചനം ക്രിസ്തുവിലൂടെയാണ് എന്നുള്ള സ്തോത്രം ദൈവിക സന്ദേശം ലോകത്തെ അറിയിക്കുകയാണ്. അത് നിഴലായി നിൽക്കുകയാണ്. സ്തോത്രം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, നോഹയ്ക്ക് അന്നുവരെയും സംഭവിക്കാത്ത മഴയും ന്യായവിധിയും എന്നുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ അറിയിപ്പുകളെ സ്തോത്രം അവനെ അറിയിച്ചപ്പോൾ നോഹ അത് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടൊരു പുതിയ ഭൂമിയും പുതിയ ആകാശവും നമുക്കുണ്ടാകും. സ്തോത്രം. സ്വർഗീയ ഒരു യെരൂശലേമിൽ തൻ്റെ ഭക്തന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരൊക്കെയും അബ്രഹാം മുതൽ കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പങ്കിലമല്ലാത്ത ഒരു സ്വർഗീയ വാസം ഒരു ഭൂമിയിൽ ഉണ്ട് എന്ന് അവർ കാണാതെ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അബ്രഹാം അത് വിശ്വാസത്താൽ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ പനിയും ക്ഷീണവും ചുമയൊക്കെയുമായിരുന്നു. പൂർണ്ണമായി മാറിയില്ല എങ്കിലും ദൈവം എന്നെ അത്രത്തോളം പറയുവാൻ എന്നെ ബലപ്പെടുത്തി. ലൂക്കോസിന്റെ സുവിശേഷം ഈ 17-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെ നമ്മൾ വായിക്കുമ്പോൾ കുറെ സംഭവ വികാസങ്ങൾ പറയുകയാണ്. സ്തോത്രം. ഈ കാലത്തെ മനുഷ്യപുത്രന്റെ വരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ ശരിയായി നമുക്കറിയേണ്ടതുണ്ട്. സ്തോത്രം. നോഹയുടെ കാലത്തുള്ളതായിരിക്കുന്ന നോഹയുടെ വിശ്വാസം എന്തായിരുന്നു? സ്തോത്രം. ഇതെല്ലാം നാം അറിയേണ്ടതുണ്ട്. സ്തോത്രം. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഒരു പുനരുത്ഥാന കാലം ഉണ്ടാകും എന്നുള്ളതാണ്. മരിച്ചവരെങ്ങനെ ഉയർക്കും എന്നുള്ളത്. താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്താൻ, പിന്നീട് ജീവനോട് നിൽക്കുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ഒരുമിച്ചെടുക്കപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് എന്നുള്ളത് വിഷയത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മുടേതായിരിക്കുന്ന പുനരുത്ഥാനം എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. എൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും അതിനകത്ത് സ്തോത്രം അടക്കം ചെയ്തിരിക്കുന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പെട്ടകത്തിനും ചുറ്റും
അടിയിൽ നിന്നും മേളിൽ നിന്നും സൈഡിൽ നിന്നും സ്തോത്രം വെള്ളം, ആ വെള്ളത്തിനുള്ളിലാണ് പെട്ടകമിരിക്കുന്നത്. ആ പെട്ടകത്തിലൂടെ സ്തോത്രം ആ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും ക്രിസ്തുയേശു എന്ന പെട്ടകത്തിലൂടെ ഏകവാതിലായിരിക്കുന്ന, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്, ഞാൻ തന്നെ ആ വാതിൽ എന്ന് പറഞ്ഞു, ആ വാതിലിലൂടെ കയറുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് ഉള്ള സ്തോത്രം ദൈവീക സന്ദേശത്തിൻ്റെ നിഴലാണ് ഈ നോഹയുടെ കാലം ആ സംഭവത്തെ ഹല്ലേലൂയ സ്തോത്രം വിരൽ ചൂണ്ടുന്നത്. സ്തോത്രം അതിന് ഹല്ലേലൂയ സ്തോത്രം. അതായത് സുവിശേഷം 22 മുതൽ വായിക്കുമ്പോൾ അവിടെ ആ കാലഘട്ടത്തെ പറയുകയാണ്. ഒന്ന്, സ്വന്തം ജനം തള്ളിക്കളയുന്ന കാലത്തിന് ശേഷം മനുഷ്യപുത്രൻ്റെ നാളിലും അതെങ്ങനെയാണ് നോഹയുടെ കാലം പോലെ. ഇനി ആഗോളമായ ഒരു ജലപ്രളയമല്ല. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് അവിടെ നമുക്ക് നിത്യശിക്ഷാവിധി എന്നുള്ളതായ ഒരു വിഷയം നാം അറിയേണ്ടതുണ്ട്. ഏതൊക്കെയാണ് അറിയേണ്ടത്? സ്തോത്രം. എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു 6 പ്രധാനപ്പെട്ട കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും എന്നാണ്. നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, സ്തോത്രം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, നിത്യശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുത്ഥാനം, കൈവപ്പ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ നാം അറിയുകയാണ്. എന്നാൽ ഇതെല്ലാം ആദ്യ വചനമാണ്. ഇത് വിട്ട് പരിജ്ഞാനപൂർത്തിയിലെ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അടക്കം ചെയ്തിരിക്കുന്നതായ കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്ക, പുനരുത്ഥാനം. സ്തോത്രം ഈ നോഹയുടെ കാലവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ നിത്യശിക്ഷാവിധി എന്നുള്ളതായ ഒരു കാര്യം നമുക്ക് പിന്നീടായി ചിന്തിക്കാം. ഇത് മനുഷ്യപുത്രൻ്റെ വരവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മത്തായി സുവിശേഷം 24 നമ്മൾ വായിക്കുമ്പോൾ, 37 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യപുത്രൻ്റെ വരവുമായി ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിഴലായി നീതിപ്രസംഗിയായ നോഹയെ സ്തോത്രം ചിത്രീകരിച്ചിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലാതിരിക്കുമ്പോൾ, പാവം അറിഞ്ഞിട്ടില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിപ്രസംഗിയെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ കഴിയും. യേശു ക്രിസ്തു വായിച്ചത്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്യുകൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. എന്നാൽ അവിടെ പ്രതികാരമെന്ന് യേശു ക്രിസ്തു വായിച്ചില്ല. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. സ്തോത്രം. ആ വിഷയവും നമുക്ക് പിന്നീടായി ചിന്തിക്കാം. അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, സ്തോത്രം, ഈ ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നോഹയുടെ കാലത്ത് നോഹയുടെ വിശ്വാസം ദൈവത്തെക്കുറിച്ചായിരുന്നു, ദൈവങ്ങളെക്കുറിച്ചല്ല. സ്തോത്രം. അതുകൊണ്ട് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് വായിക്കുമ്പോൾ ഏകസത്യ ദൈവത്തെക്കുറിച്ച്, അതുകൊണ്ടാണ് ഏകസത്യ ദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇവിടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 5, യോവേൽ 2:31, മത്തായി 24 ഒക്കെയും വായിക്കുമ്പോൾ ഈ നാള്, സ്തോത്രം, ആരുടെ നാളാണ്? യഹോവയുടെ നാളാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്തോത്രം.
സഖരിയ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ സകല വിശുദ്ധന്മാരുമായി വരും. മത്തായിയുടെ സുവിശേഷത്തിലും അത് പറഞ്ഞിരിക്കുന്നു. അന്നാളിൽ 9 അവൻ്റെ നാമം ഏകവും അവൻ ഏകനുമായിരിക്കും. സ്തോത്രം. യഹോവ മാത്രം അറിയുന്ന നാൾ. യേശുക്രിസ്തു ഈ നാൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതൊരു വിഷയമായി നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആ നാളിനും നാഴികയും സംബന്ധിച്ച് ദൂതന്മാരോ പുത്രനോ ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ, സ്തോത്രം, യഹോവ മാത്രം അറിയുന്ന ഒരു നാൾ. യേശുക്രിസ്തുവിന് ആ അറിവുണ്ടായിരുന്നില്ലയോ? നമുക്ക് സ്തോത്രം. അപ്പോൾ അറിവുണ്ട് എങ്കിൽ, അറിവില്ല എങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അവിടെ വരുന്ന ദൈവം ആരാണ്? സ്തോത്രം. നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. യോബിൽ 2:31 നമ്മൾ വായിക്കുമ്പോൾ, 32 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വരുന്ന ദൈവം, അയച്ച ദൈവം ആരാണ്? സ്തോത്രം. വരുന്ന ദൈവം തന്നെയാണോ അയച്ച ദൈവം? ആ ദൈവം ആരെയൊക്കെ അയച്ചു? ഒന്ന് യേശുവിനെയും ആത്മാവിനെയും അയച്ചോ? അപ്പൊ കാലഘട്ടങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28 വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് സകലയിടത്തിനും മേലും എൻ്റെ ആത്മാവിനെ പകരും. യേശു പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല, ഞാൻ പോയി കഴിഞ്ഞ് കാര്യസ്ഥനെ അയക്കും. അപ്പോൾ ശരിയായൊരു പഠനം നമുക്ക് ആവശ്യമുണ്ട്. അയച്ച ദൈവം യേശുവിനെയും ആത്മാവിനെയും അയച്ചു. വരുന്ന ദൈവമാര്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവം ആര്? സ്തോത്രം എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നോഹയുടെ കാലം ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പോലെ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, സകല വിശുദ്ധന്മാരുമായി വരും. അന്നാളിൽ അവൻ്റെ നാമം ഏകവും അവൻ ഏകനുമായിരിക്കും. ഒരിടയനും ഒരു തൊഴുത്തും. സ്തോത്രം. വേറെ ആടുകളും എനിക്കുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അവൻ ശബത്തിനും കർത്താവാണ്. അപ്പോൾ വിശദമായ വിശകലനമായ ഒരു പഠനം നമുക്ക് ആവശ്യമുണ്ട്. കാലഘട്ടങ്ങളെ, സ്തോത്രം, നമുക്ക് വിവരിച്ച് പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ നാൾ യഹോവയുടെ കാലം തന്നെയാണ്. സ്തോത്രം. എന്നാൽ കാലഘട്ടങ്ങളെ വിഭജിക്കപ്പെടുമ്പോൾ, സ്തോത്രം, പുത്രൻ്റെ കാലം, ആത്മാവിൻ്റെ കാലം, അല്ലെങ്കിൽ പിതാവിൻ്റെ കാലം എന്ന കാലഘട്ടങ്ങളെ, പക്ഷേ അതിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവം ആത്മാവാകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. യേശു തന്നെയാണ് സത്യദൈവവും നിത്യജീവനും എന്നാണ്. യഹോവ തന്നെയാണ് സാക്ഷാൽ ദൈവം, ഏക സത്യ ദൈവം. ഈ സത്യം അറിയുമ്പോഴാണ്, സ്തോത്രം, നാം നോഹയിക കാലഘട്ടത്തിലെ നിഴലായി നിൽക്കുന്ന, അതിലടക്കം ചെയ്തിരിക്കുന്ന ക്രിസ്തുവും ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രക്ഷയും നമുക്ക് വെളിപ്പെടുന്നു. ചില പറയും, പരിശുദ്ധാത്മാവിൽ മാത്രം സ്നാനം മതി, ഈ സ്നാനമൊന്നും വേണ്ട. സ്തോത്രം. ദൈവിക വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ നിഴലായി നിൽക്കുന്ന പഴയ നിയമം പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തു യേശുവിനെ യഥാർത്ഥമായി അറിയുക. ഇപ്പോൾ നോഹയിക കാലം നമ്മളെ ധാരാളം കാര്യങ്ങൾ
വിളിച്ചറിയിക്കുകയാണ്. അത് സ്നാനം മാത്രമല്ല, സ്തോത്രം, അതിൽ സ്നാനത്തിൽ അവൻ്റെ മരിച്ചടക്ക പുനരുത്ഥാനം, അവൻ്റെ ജനനം, മരണം, അടക്കം, ഉയർപ്പ്, സ്തോത്രം, അടക്കം ചെയ്തിരിക്കുന്നു. അവൻ്റെ കഷ്ടകാലത്തെക്കുറിച്ചുള്ള അനുഭവം, ആ ഭാവം തന്നെ നമ്മൾ ആയുധമായി ധരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പാപത്തിന് ശിക്ഷയുണ്ട് എന്നൊരു ന്യായവിധിയുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലുള്ള രക്ഷയെ, സ്തോത്രം, അതിൽ അടക്കം ചെയ്തിരിക്കുന്നു. വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാലത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെയും കാണുമ്പോൾ അത്തിതളർക്കുമ്പോൾ തൊട്ട് പറയുകയാണ്, നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ. അതുകൊണ്ട് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കണം. ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ലോകവ്യാപകമായിരിക്കുന്ന രക്ഷാസന്ദേശം ലോകത്തിലുണ്ടാകും. ഭൂലോകത്തിലേക്കും സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടുവാൻ അവസാനം വരും എന്നെഴുതിയിരിക്കുന്നു. വിശ്വാസത്തിലുള്ള നീതി ക്രിസ്തുവിലൂടെ എന്നുള്ള സത്യം വെളിപ്പെടുത്തി മറ്റൊരുത്തരിൽ രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ നാമത്തിലൂടെ നാം അവരവർ രക്ഷ കണ്ടെത്തി പ്രവർത്തിച്ച്, സ്തോത്രം, രക്ഷ പ്രാപിക്കണമെന്നുള്ളതായ സന്ദേശം ഓർമ്മപ്പെടുത്തുകയാണ്. പാപമോചനം ക്രിസ്തുവിലൂടെയാണ് എന്നുള്ള നിഴലായി പെട്ടകം നൽകുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. പ്രിയരെ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകും. അതുകൊണ്ട് നമ്മൾ, സ്തോത്രം, ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും, ഒരു പുതിയ നോഹയുടെ കാലഘട്ടത്തിൽ പാപമംഗലമായിരിക്കുന്ന ഭൂമി വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയൊരു ഭൂമി പ്രത്യക്ഷപ്പെട്ടതുപോലെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഭൂമിയെ, സ്തോത്രം, നശിച്ച് ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശത്തും ഉണ്ടാകുമെന്നുള്ളതായ ദൈവിക മർമ്മം നോഹയുടെ കാലത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. പലർക്കും തോന്നിയിരിക്കാം, ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതൊക്കെ കണ്ടുപിടിക്കുന്ന പ്രത്യേക കണ്ടുപിടുത്തങ്ങളുടെ കണ്ണുകൾ വെച്ചാണോ അത് സംസാരിക്കല്ല. യെശയ്യാ-പ്രവചനം, സ്തോത്രം, ഷണ്ണൻ വായിക്കുമ്പോൾ യെശയ്യാ-പ്രവചനത്തിൽ സ്നാനം എന്നുള്ളൊരു വിഷയം പറയുന്നില്ല. എന്നാൽ, സ്തോത്രം, തൻ്റെ ദാസനത് വിഭജനം ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് ധാരാളം വെള്ളം, സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം. പ്രിയരെ, ഒളിച്ചു വച്ചിരിക്കുന്ന മാർമിക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി സ്നാനം വേണ്ട എന്ന് ചിലർ വാദിക്കും. പരിശുദ്ധാത്മാവ് സ്നാനം മതി, സ്നാനം വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, അവർ പഠിപ്പിക്കുന്നത്, സ്തോത്രം, ജലസ്നാനം വേണ്ട, പരിശുദ്ധാത്മാ സ്നാനം മതി. എന്നാൽ ദൈവിക വ്യവസ്ഥ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ മുൻ അറിയിച്ച നിയമപ്രകാരം നോഹയുടെ കാലത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് അവരെ സത്യം ഉത്ബോധിപ്പിച്ചത് അപ്പോസ്തലപ്രവൃത്തി 2:38 നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് അറിയിച്ച, സ്തോത്രം, ശുദ്ധി ചെയ്ത ഈ വചനം അങ്ങനെ തന്നെ ചെയ്യണം. സ്തോത്രം. ദൈവമാത്മാവാകുന്നു, എൻ്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കുമെന്നാണ്. യഹോവയുടെ ആത്മാവാണ് യോവേൽ പ്രവാചക പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിച്ചത്. സ്തോത്രം. വരുവാനിരിക്കുന്നതായ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്ന് പറയപ്പെടുന്നത്, സ്തോത്രം, അത് എൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് യഹോവയുടെ ആത്മാവ് അവരെ ഒരിക്കലും
കള്ളം പറയുവാൻ സ്തോത്രം വിനിയോഗിച്ചിട്ടുണ്ട് എന്നാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ശിക്ഷാവിധി ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. സ്നാനം, ജലസ്നാനം ആവശ്യമെങ്കിൽ സർവനാമം ഉപയോഗിക്കണമോ? അതെയോ? സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കണമോ? അല്ലെങ്കിൽ പൂർണ്ണതയുടെ നാമം ഉപയോഗിക്കണം? സ്തോത്രം. ഇന്ന് സ്തോത്രം, ഇത് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളത് വിലയിരുത്തി ദൈവത്തോട് ജ്ഞാനം കുറവെങ്കിൽ ഔദാര്യമായി കൊടുക്കും ദൈവത്തോട് അപേക്ഷിക്കുക. സത്യത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവമാത്മാവാണ്. ആ സത്യത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ഭോഷ്ക്ക് പറയുകയില്ല. സ്തോത്രം. മാത്രമല്ല, മുൻ നിയമിക്കപ്പെട്ടതായിരിക്കുന്ന അപ്പോസ്തലന്മാരിലൂടെ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും അസത്യം സംസാരിക്കുകയില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സത്യമറിഞ്ഞ് നിത്യജീവൻ പ്രാപിപ്പാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് ദൈവവചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. കേട്ടനുസരിച്ച് നിത്യത പ്രാപിപ്പാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ, നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. സ്തോത്രം.